ഇന്ന് ശ്രീ മാത്യു കുഴൽനാടൻ മുഖ്യമന്ത്രിയെ സംബന്ധിച്ചുള്ള ചില ആരോപണങ്ങൾ ഉന്നയിക്കുകയുണ്ടായി. മാത്യു കുഴൽനാടൻ നേരത്തെ തോട്ടപ്പള്ളിയെ സംബന്ധിച്ചൊരു ആരോപണം ഉന്നയിച്ചപ്പോൾ പത്രസമ്മേളനം നടത്തിയപ്പോൾ അന്ന് നവകേരള സദസ്സിൻ്റെ പൊതുയോഗത്തിൽ ഞാൻ പറഞ്ഞിരുന്നു, അദ്ദേഹം ഉണ്ടയില്ല വെടിയാണ് വയ്ക്കുന്നത്. എന്തായാലും പിന്നെ പ്രശ്നം പരാമർശിച്ചതായി കണ്ടില്ല. ഇന്ന് യഥാർത്ഥത്തിൽ അദ്ദേഹം ഉണ്ടയുള്ള വെടി തന്നെയാണ് വച്ചിരിക്കുന്നത്. പക്ഷെ അത് സ്വന്തം മുന്നണിക്കെതിരെയുള്ള ആ പാർട്ടിയുടെ വളരെ പ്രധാനപ്പെട്ട നേതാക്കൾക്കെതിരെയുള്ള ഒരു വെടിയായിട്ടാണ് കാണേണ്ടത്. കാരണം അദ്ദേഹം മുഖ്യമന്ത്രിക്കെതിരെ പറഞ്ഞിട്ടുള്ള കാര്യം, അദ്ദേഹം ഒരു യോഗം വിളിച്ചു. ആ യോഗം വിളിച്ചതാണ് ഈ കമ്പനിയുമായി സാമ്പത്തികമായിട്ടുള്ള ബന്ധത്തിൻ്റെ കാരണം. അത് മൈനിങ് ലീസ് നൽകുന്നത് സംബന്ധിച്ചുള്ള കാര്യങ്ങളിലാണ്. അതായത് അദ്ദേഹം പറയുന്നത് മൈനിങ് ലീസ് നൽകുന്നതിന് വലിയ തോതിൽ പണം കൊടുക്കുന്നുണ്ട് എന്നുള്ളതാണ്. യഥാർത്ഥത്തിൽ മൈനിങ് ലീസ് കൊടുത്തത് അദ്ദേഹത്തിൻ്റെ പാർട്ടിയുടെ ഇന്ന് ജീവിച്ചിരിക്കുന്ന ഏറ്റവും ഉന്നതനായ നേതാവ് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ആയിരിക്കുമ്പോഴാണ്. അത് സംബന്ധിച്ചുള്ള ആദ്യത്തെ ഉത്തരവ് മൈനിങ് സ്വകാര്യ കമ്പനികൾക്ക് കൊടുക്കാം എന്നുള്ള ഉത്തരവ് ഒരു നയമായി 22/10/2022 ആദ്യത്തെ ജിയോ ഇറങ്ങുകയുണ്ടായി. അതിനകത്താണ് 22/10/2002 ഇതാണ് ആദ്യത്തെ ജിയോ. ആ ജിയോയിലാണ് സ്റ്റേറ്റ് ഗവൺമെന്റ് ഹാസ് ഓൾസോ ബീൻ കൺസിഡറിംഗ് എ മൈനർ സാൻഡ് പോളിസി ഫോർ ദ സ്റ്റേറ്റ് ടു എൻകറേജ് ഇൻഡസ്ട്രിയൽ ഇൻവെസ്റ്റ്മെന്റ് ഇൻ ദ സെക്ടർ. Mining lease will not be granted solely for the purpose of mining only. Mining lease will be granted only to those factories in the state in the joint sector which produce value-added products. ഇതാണ് ആദ്യത്തെ നയപരമായിട്ടുള്ള ജിയോ. അത് കഴിഞ്ഞ് 30/11/2002 അടുത്ത ജിയോ ഒരു മാസം കഴിഞ്ഞപ്പോൾ ഇറങ്ങുകയുണ്ടായി. ആ ജിയോ ഇതിനൊന്നുകൂടി വിശദമാക്കി എങ്ങനെയായിരിക്കും മൈനിങ് കൊടുക്കുക എന്ന് വ്യക്തമാക്കുകയുണ്ടായി. 5/5/2003 വീണ്ടും ഇത് സംബന്ധിച്ച് വ്യക്തത വരുത്തിക്കൊണ്ട് ജോയിന്റ് വെഞ്ചർ കമ്പനികൾക്ക് മൈനിങ് കൊടുക്കുന്നത് സംബന്ധിച്ച് ഒന്നുകൂടി വ്യക്തത വരുത്തി. അന്ന് തന്നെ 5/5/2003 അതേ ദിവസം തന്നെ that the mining lease application in the area north to Kayangulam Podi submitted by KREM, Kerala Rare Earths and Mineral Limited, a joint sector company, above be granted subject to the prior clearance by Government of India in the Ministry of Atomic Energy and Environment. ഇപ്പോൾ യൂണിയൻ ഗവൺമെന്റിന്റെ അനുമതി കിട്ടുന്നതിനനുസരിച്ച് ഇവർക്ക് കൊടുക്കാം എന്നുള്ളത് 2003 മെയ് മാസത്തിലാണ് ഉത്തരവിറങ്ങുന്നത്. അതിനുശേഷം അന്ന് രാജ്യം ഭരിക്കുന്നത് കോൺഗ്രസ് ഭരിക്കുന്ന മുന്നണിയാണ്. അവിടെ നിന്ന് ക്ലിയറൻസ് കിട്ടി. ആ ക്ലിയറൻസ് കിട്ടിയതിന്റെ അടിസ്ഥാനത്തിൽ 15/9/2004 സെപ്റ്റംബർ 15 സർവേ നമ്പറുകൾ ഉൾപ്പെടെ ലീസ് നൽകിയിട്ടുണ്ട്. അപ്പൊ ഇതാണ് ആകെ ഈ പറയുന്ന കമ്പനിക്ക് നൽകിയിട്ടുള്ള ലീസ്. അത് UDF കാലത്ത് നൽകിയിട്ടുള്ളതാണ്. എന്നാൽ അവിടെ വലിയ തോതിൽ ജനകീയ പ്രക്ഷോഭം അവിടെ ഉയർന്നു വരികയുണ്ടായി. ഇടതുപക്ഷ പ്രസ്ഥാന സമരത്തിന് നേതൃത്വം നൽകി. ഒപ്പം തന്നെ കോൺഗ്രസിനകത്ത് പലരും അതിൻ്റെ ഭാഗമായിരുന്നു. ഇതിനെ തുടർന്ന് ഒരു 10 ദിവസത്തിനുള്ളിൽ 25/9/2004 അത് റദ്ദാക്കിയില്ല, സ്റ്റോപ്പ്. സാൻഡ് മൈനിങ് റീഡ് അബോവ് ആർ സ്റ്റോപ്ഡ് ആൻഡ് ദാറ്റ് എ ഡീറ്റെയിൽ സ്റ്റഡി ഓൺ ദ എൻവയോൺമെന്റൽ ഇമ്പാക്ട് വിൽ ബി അണ്ടർടേക്കൺ ബിഫോർ ടേക്കിംഗ് ഫർദർ ആക്ഷൻ. പാരിസ്ഥിതിക പഠനം വരെ സ്റ്റോപ്പ് ചെയ്തു. ഇത് UDFന്റെ കാലഘട്ടത്തിലാണ്. ഇവനെതിരെ കമ്പനി ട്രിബ്യൂണലിൽ പോയി. ട്രിബ്യൂണൽ ഗവൺമെന്റ് ഉദ്യോഗസ്ഥരാണ്. ജോയിന്റ് സെക്രട്ടറി മൈൻസ്, സെക്ഷൻ ഓഫീസർ, മിനിസ്ട്രി ഓഫ് മൈൻസ്. അന്ന് കോൺഗ്രസ് ഭരിക്കുന്നത്. അവര് ഈ ഉത്തരവ് സ്റ്റോപ്പ് ചെയ്ത ഉത്തരവ് റദ്ദാക്കി. അതും കോൺഗ്രസ് ആണ്. വീണ്ടും മൈൻ ലീസ് കൊടുക്കുന്നത് കേന്ദ്ര സംവിധാനം, യൂണിയൻ ഗവൺമെന്റ്, കോൺഗ്രസ് ഭരിക്കുമ്പോഴാണ്. എന്നാൽ LDF ഭരിക്കുമ്പോൾ
ഈ ഉത്തരവ് നിലനിൽക്കെ തന്നെ അതിനകത്ത് വീണ്ടും പരിശോധിക്കാൻ പറഞ്ഞിരുന്നു. ആ പരിശോധന കഴിഞ്ഞിട്ട് LDF ഗവൺമെന്റ് ആസ് ദ അപ്ലിക്കേഷൻ ആർ നോട്ട് ഇൻ കോൺസെൻസ് വിത്ത് ദ സ്റ്റേറ്റഡ് മിനറൽ പോളിസി ഓഫ് സ്റ്റേറ്റ് ഗവൺമെന്റ് ദേ ആർ റിജക്റ്റഡ്. LDF ഗവൺമെന്റ് അത് റിജക്ട് ചെയ്തു. അപ്പോൾ ലീസ് നൽകിയത് UDF ആണ്. അതിന് അംഗീകാരമുള്ള കേന്ദ്ര പോളിസി ആവിഷ്കരിച്ച UDF ആണ്. സംസ്ഥാന പോളിസി ആവിഷ്കരിച്ച UDF ആണ്. അതിനടിസ്ഥാനപ്പെടുത്തി അനുമതി നൽകിയത് അവരാണ്. ജനകീയ പ്രക്ഷോഭത്തെ തുടർന്ന് റദ്ദാക്കി. അതിനെതിരെ അവർ ട്രിബ്യൂണലിൽ പോയി. ട്രിബ്യൂണൽ യൂണിയൻ ഗവൺമെന്റ് ഉദ്യോഗസ്ഥരാണ്. അവർ ആ റദ്ദാക്കിയതിനെ വീണ്ടും അത് സ്റ്റോപ്പ് ചെയ്തു. അതിനെതിരെയുള്ളതും LDF ഗവൺമെന്റ് വന്നപ്പോൾ റീകൺസിഡർ ചെയ്തിട്ട് വീണ്ടും അത് റിജക്റ്റ് ചെയ്തു. ആദ്യമായിട്ട് റിജക്റ്റ് ചെയ്യുന്നത് LDF ഗവൺമെന്റാണ്. അതിനുശേഷമാണ് പിന്നീട് സുപ്രീം കോടതി 2013 സിംഗിൾ ബെഞ്ച്, കേരള ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് 2013 ഫെബ്രുവരി 15 സിംഗിൾ ബെഞ്ച് ഇത് റദ്ദാക്കി. സിംഗിൾ ബെഞ്ചിനെതിരെ 2014 നവംബർ 13 വീണ്ടും ഡിവിഷൻ ബെഞ്ച് ഈ ലീസ് റദ്ദാക്കിയ LDF ഗവൺമെന്റിന്റെ നടപടിയെ സിംഗിൾ ബെഞ്ച് റദ്ദാക്കി. അതിന് അപ്പീല് ഡിവിഷൻ ബെഞ്ചിൽ വന്നപ്പോൾ ഡിവിഷൻ ബെഞ്ച് റദ്ദാക്കി. നിങ്ങൾ ചിലരെങ്കിലും അന്നത്തെ മാധ്യമ പ്രവർത്തകരുണ്ടെങ്കിൽ ഓർമ്മയുണ്ടാകും. അന്ന് TN പ്രതാപൻ തന്നെ അപ്പീല് നൽകാൻ കാലതാമസം ഉണ്ടാക്കിയത് വളരെ ഗൗരവമായ വീഴ്ചയാണെന്ന് പറഞ്ഞ് അന്നത്തെ മുഖ്യമന്ത്രി ശ്രീ ഉമ്മൻചാണ്ടിക്ക് TN പ്രതാപൻ കത്ത് നൽകുകയുണ്ടായി. എന്നാൽ നിയമവകുപ്പും അഡ്വക്കേറ്റ് ജനറലും അപ്പീൽ പ്രൊവിഷൻ ഇല്ല എന്ന് രേഖപ്പെടുത്തിയതായിട്ടും ഫയലിൽ കാണാൻ കഴിയും. പക്ഷേ TN പ്രതാപൻ ഈ കത്ത് നൽകിയിട്ടുണ്ട്. ബോധപൂർവമാണ് വീഴ്ച വരുത്തിയത്. എന്തായാലും സിംഗിൾ ബെഞ്ച് അത് റദ്ദാക്കി. VS ഗവൺമെന്റ് ഉത്തരവ് റദ്ദാക്കി. ഡിവിഷൻ ബെഞ്ചും അത് റദ്ദാക്കി. അതിനുശേഷം 8/4/2016 സുപ്രീം കോടതിയും ആ ഹൈക്കോടതി വിധി അംഗീകരിച്ചു. അപ്പോൾ സിംഗിൾ ബെഞ്ച്, ഡിവിഷൻ ബെഞ്ച്, സുപ്രീം കോടതി അവരെല്ലാം തന്നെ ലീസ് നൽകുന്നതിനുള്ള വിധിയാണ് പുറപ്പെടുവിച്ചത്. 2016 ഏപ്രിൽ ആണ് ഈ വിധി സുപ്രീം കോടതിയിൽ വരുന്നത്. പിന്നെ 2016 ഏപ്രിൽ 8 അത് കഴിഞ്ഞ് തെരഞ്ഞെടുപ്പ് വന്നു. ശ്രീ പിണറായി വിജയൻ മുഖ്യമന്ത്രിയായി. അപ്പോൾ സുപ്രീം കോടതി വിധി ലീസ് നൽകണം എന്നുള്ളതാണ്. കേന്ദ്ര ഗവൺമെന്റ് നയം ലീസ് നൽകണം എന്നുള്ളതാണ്. ആ നയം സുപ്രീം കോടതി വിധി നിൽക്കുമ്പോൾ തന്നെ അത് നടപ്പാക്കാതിരിക്കുകയാണ് പിണറായി വിജയൻ ഗവൺമെന്റ് ചെയ്തത്. നടപ്പാക്കിയില്ല. കാരണം ഈ 3 വർഷം അത് കൊടുക്കാമല്ലോ. 2019 19/3/2019 യൂണിയൻ ഗവൺമെന്റ് നോട്ടിഫിക്കേഷൻ ഇറക്കി ഇത് പൊതുമേഖലയിൽ മാത്രമായിട്ട് പരിമിതപ്പെടുത്തിയിട്ടുള്ളത്. ഇതാണ് യഥാർത്ഥ സംഭവിച്ചിട്ടുള്ളത്. അപ്പൊ എന്തെങ്കിലും അദ്ദേഹം ഇതാണെങ്കിൽ അത് അദ്ദേഹം ചോദിക്കേണ്ടത് ഇവരോടാണ്. എവിടെ പ്രശ്നം? അല്ല, ഈ പറഞ്ഞതിൽ ഇതാണ് മാനദണ്ഡമെങ്കിൽ അദ്ദേഹം ആദ്യം പറയേണ്ടത് ആദ്യം കൊടുത്തത് എങ്ങനെയായിരുന്നു പറയണം. അല്ല, ആ ഭാഗം നിങ്ങൾ ചോദിക്കുന്നതോ? അല്ല, അത് ശരി, മാത്യു പറയും അതിന് ശേഷം കുഴപ്പം. ഓക്കെ, അത് ഞാൻ പിന്നെ വരാം. അപ്പൊ കുഴപ്പമാണിതെങ്കിൽ ഒറിജിനൽ ലീസ് തന്നെ കിട്ടിയത് എങ്ങനെയായിരിക്കണം? പിറ്റേ ദിവസം കൊടുക്കാമല്ലോ. അല്ല, അങ്ങനെയാണെങ്കിൽ നിങ്ങൾ കാണേണ്ടത് എന്താ? അദ്ദേഹം ആദ്യം ചോദിക്കേണ്ടത് ഇപ്പൊ ജീവിച്ചിരിക്കുന്ന ഒരാളോട് ചോദിക്കാം. അദ്ദേഹത്തിന്റെ കാലത്താണ് ഇത് അനുമതി കൊടുത്തത്. എങ്ങനെ അനുമതി കൊടുത്തു? അനുമതി കിട്ടലാണ് ഏറ്റവും പ്രധാനം പറയുന്നത്. അതുമായി ബന്ധപ്പെട്ട യോഗം കൊഴുനാട് പറ, ആ ഭാഗം ഞാൻ വരാം. നിങ്ങൾ മാധ്യമ പ്രവർത്തകർ അപ്പൊ അദ്ദേഹത്തോട് ചോദിക്കണ്ടേ അതെന്ത് ഇടപാടായിരുന്നു? അത് കൊഴുനാടൻ പറയേണ്ട ഒരു ഗൗരവമായ ചോദ്യമല്ലേ? അല്ല, ഗവൺമെന്റ് എന്ത് ചെയ്തു?
അല്ല, ഗവൺമെന്റ് എന്ത് ചെയ്തു? ഞാൻ പറഞ്ഞു, നമ്മൾ മാധ്യമപ്രവർത്തകർ നിഷ്കളങ്കരല്ലോ. ഞാൻ ചോദിച്ചത് ലീസ് കൊടുത്തത് ആരാണ്? കോടനാടൻ പത്രസമ്മേളനം നടത്തുമ്പോൾ അത് നാളെ വ്യക്തമാക്കണം, എന്തിന്റെ അടിസ്ഥാനത്തിൽ കൊടുത്തു എന്നുള്ളത്. ഇനി 2016 ശേഷം അദ്ദേഹം പറയുന്ന മുഖ്യമന്ത്രി ഒരു യോഗം വിളിക്കാൻ തീരുമാനിച്ചു എന്നുള്ളതാണല്ലോ അദ്ദേഹം പറയുന്നത്. ആ യോഗത്തിന്റെ നടപടിക്രമങ്ങൾ ഇതാണ്. ഇതെല്ലാം കഴിഞ്ഞ ഗവൺമെന്റ് സമയത്തുള്ളതാണ്, ഞങ്ങളുടെ സമയത്തുള്ളതല്ല. ആ യോഗത്തിൽ മുഖ്യമന്ത്രി പറഞ്ഞ കാര്യങ്ങൾ ഇതിനകത്തുണ്ട്. വ്യവസായ വകുപ്പ് മന്ത്രിയുടെ അഭിപ്രായം കഴിഞ്ഞ് പിന്നീട് സംസാരിച്ച മുഖ്യമന്ത്രി സർക്കാർ രൂപീകരിച്ച പ്രാദേശിക മേൽനോട്ട സമിതി ഖനന പ്രവർത്തനം നിരീക്ഷിക്കേണ്ടതാണെന്ന് അഭിപ്രായപ്പെട്ടു. ഖനനം മൂലമുണ്ടാകുന്ന കുഴികൾ, ഇതെന്ന് KMML IRE എടുക്കുന്നതാണല്ലോ, ഈ ഖനനല്ല. നമ്മുടെ ആലപ്പാട്ട് പ്രദേശത്ത് IRE നടത്തുന്ന ഖനനവുമായി ബന്ധപ്പെട്ടുള്ള യോഗമാണ്. ആ യോഗത്തിൽ പല കാര്യങ്ങളിലും ചർച്ച ചെയ്യുന്നുണ്ട്. ഖനനം മൂലമുണ്ടാകുന്ന കുഴികൾ നികത്തണമെന്നും ഖനന പ്രവർത്തനങ്ങൾ തുടരുന്നതിന് ശാസ്ത്രീയ മാർഗങ്ങൾ അവലംബിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. ചവറ തീരത്തെ ഖനനം സംബന്ധിച്ച പ്രാഥമിക റിപ്പോർട്ട് അംഗീകരിക്കാവുന്നതാണെന്നും NCESS തന്നെ തുടർന്ന് പഠനം നടത്തട്ടെ എന്ന് അദ്ദേഹം അഭിപ്രായപ്പെട്ടു. കൊല്ലം ജില്ലയിലെ നീണ്ടകര വില്ലേജിൽ ഉൾപ്പെടുന്ന 67 ഹെക്ടർ സ്ഥലത്ത് നിന്നും കരിമണൽ ഖനനം ചെയ്യുന്നതിന് IREL അനുവദിച്ച മൈനിങ് ലീസ് പുതുക്കുന്നതിന് പാരിസ്ഥിതിക അനുമതി കരസ്ഥമാക്കേണ്ടതുണ്ടെന്നും ബഹുമുഖ്യമന്ത്രി പറഞ്ഞു. KMMLന് മിതമായ വിലയിൽ ഇലിമിനേറ്റ് ലഭ്യമാക്കുന്ന വിഷയം IRE അനുഭാവപൂർവ്വം പരിശോധിക്കണമെന്ന് അദ്ദേഹം നിർദ്ദേശിച്ചു. മൈനിങ് പ്ലാൻ പ്രകാരം പാരിസ്ഥിതിക അനുമതി കരസ്ഥമാക്കിയ ശേഷം മാത്രമേ ആലപ്പാട്ട് പ്രദേശത്ത് നിന്ന് കരിമണൽ ഖനനം അനുവദിക്കാവൂ എന്ന് കൊല്ലം ജില്ലാ കളക്ടർ ഇപ്പൊ മുഖ്യമന്ത്രി ഇത്ര പറഞ്ഞിട്ടുള്ളൂ. ഇതാണ് അദ്ദേഹം പറഞ്ഞ, ഈ എല്ലാ മാസവും നിങ്ങൾ പറഞ്ഞ ഇത് കിട്ടിക്കൊണ്ടിരിക്കുന്ന വിളിച്ച യോഗത്തിൽ മുഖ്യമന്ത്രി പറഞ്ഞ കാര്യം ഇതാണ്. ഇതിനുവേണ്ടി പ്രത്യേകം പണം കൊടുക്കാതെ ഉണ്ടോ? ഇത്തരം കാര്യം പറയാം. പിന്നെ ആ യോഗത്തിലെ തീരുമാനത്തിൽ ഒരു ഭാഗം പറയുന്നുണ്ട്, 7 തീരുമാനം. കരിമണൽ ഖനനാനുമതിയെ സംബന്ധിച്ച് 2016 സുപ്രീം കോടതി ഉത്തരവ് നടപ്പാക്കുന്നത് സംബന്ധിച്ച് അഡ്വക്കേറ്റ് ജനറലിന്റെ നിയമോപദേശം തേടണം. അഡ്വക്കേറ്റ് ജനറലും ആ ഗവൺമെന്റ് വെച്ച് അഡ്വക്കേറ്റ് ജനറലാണ്. ആ നിയമോപദേശം ഇത് റദ്ദാക്കാൻ തോന്നുന്നു, കൊടുക്കേണ്ടതില്ല. കാരണം റദ്ദായി, പുതിയത് വന്നതോടുകൂടി പോയി. ഇതിലേതാണ് മുഖ്യമന്ത്രി എന്നതിൽ പിണറായി വിജയൻ ഈ ഇത്രയും വലിയ ആനുകൂല്യം ചെയ്യാൻ കിട്ടിയിട്ടുള്ള കാര്യം? അല്ല അല്ല പരിശോധിക്കുന്നത് പറഞ്ഞ എവിടെയാ? ഇത് ഞാൻ വായിച്ച ഇതാ മിനിറ്റ്സ്, നിങ്ങൾ നോക്കിക്കോ, വായിച്ചു നോക്കിക്കോ. അല്ല ഞാൻ പറഞ്ഞത് നിങ്ങൾ നോക്ക്, വായിച്ചു നോക്കിയിട്ട് പറയൂ. അല്ല അങ്ങനെ പറയരുതല്ലോ. ലീസ് പുനഃപരിശോധന നോക്കിക്കോളൂ, വേണമെങ്കിൽ നോക്കിക്കോളൂ. അല്ല 2019 തന്നെ തീർന്നല്ലോ. യഥാർത്ഥത്തിൽ ഇത് ആ വിധി വന്നതോടുകൂടി തീർന്നു. ആ ഫയല് പിന്നെ ഓപ്പറേഷനേ ആയിട്ടില്ല. 2019 ഞാൻ പറഞ്ഞല്ലോ. 2016 സുപ്രീം കോടതി വിധി അനുസരിച്ച് ലീസ് അവർക്ക് അനുമതിയായി കോടതി. 2019 നോട്ടിഫിക്കേഷൻ വരുന്നത് വരെ യഥാർത്ഥത്തിൽ അവർക്ക് അവകാശമുണ്ട്. ആ സമയത്ത് ഇത് സംബന്ധിച്ച ഒരു തീരുമാനം എടുത്തിട്ടില്ല. വേണമെങ്കിൽ അപ്പോ ഒരു കുഴപ്പമില്ല, സുപ്രീം കോടതി വിധി ഞങ്ങൾ എന്തെല്ലാം സുപ്രീം കോടതി വിധി എത്ര വെല്ലുവിളികൾ നേരിട്ട് നടപ്പിലാക്കാൻ നോക്കിയ ആളല്ല. ഇത് സുപ്രീം കോടതി വിധി എന്ന് വെച്ചാൽ നമ്മൾ കാണുന്നത് പ്രശ്നം എവിടെ കിടക്കുന്നത്, ഇതിന് ആധാരം എവിടെ കിടക്കുന്നത്? ഇതിലേക്ക് എത്തിയത് ഒരു ലീസാണ്. നിങ്ങൾ ഈ ഫയലൊക്കെ പഠിക്കണ്ടേ? ആ ലീസ് അനുമതി ആര് കൊടുത്തു? ശ്രീ AK ആന്റണി മുഖ്യമന്ത്രി. നിങ്ങൾ പറഞ്ഞു ബാങ്ക് പ്രകാരം കൊടുത്തു. അപ്പൊ ബാങ്ക് പ്രകാരം അല്ലാതെ കൊടുത്തിട്ടാണോ ലീസ് കൊടുത്തത്? ആണോ? ശ്രീ AK ആന്റണി ഇപ്പൊ ജീവിച്ചിരിപ്പുണ്ടല്ലോ, അദ്ദേഹം മുഖ്യമന്ത്രി ആയിരുന്നേ. കുഴൽനാടൻ ചോദിക്കട്ടെ. അപ്പൊ അത് ഞാൻ പറഞ്ഞു, കുഴൽനാടൻ ഇത്തവണത്തെ വെടി കൊണ്ടിരിക്കാൻ ഇടയുള്ള ആളുകൾ ഇപ്പൊ മന്ത്രിസഭ ഈ മന്ത്രിസഭയിലില്ല. പഴയ ചിലര് ഇതിലുണ്ട്, ചിലർ ജീവിച്ചിരിപ്പുണ്ട്. അവർ പറയണം കുഴൽനാടൻ പറഞ്ഞത് ശരിയാണോ അല്ലയോ? അല്ല ഈ ഭാഗം എല്ലാം ക്ലിയർ ആയോ ജിത? അല്ല ഞാൻ പറഞ്ഞു ഈ ഭാഗം ക്ലിയർ ആയെങ്കിൽ പറ, ഇതിൽ സംശയമില്ലല്ലോ. അല്ല സാങ്കേതികതയല്ല, വസ്തുതകൾ, ഫാക്ട്സ്. അത് തർക്കമുണ്ടെങ്കിൽ അത് നമുക്ക് ക്ലിയർ ചെയ്യാം. എന്നിട്ട് അടുത്തേക്ക് പോവാം.
ഇല്ലല്ലോ. ഇത് സുപ്രീം കോടതി വിധി സ്വാഭാവികമായിട്ടൊരു പ്രശ്നം വരും. സുപ്രീം കോടതി വിധി കൊടുക്കണം എന്ന് പറയണം. അതിനുശേഷം ചട്ടം പുതുതായി വന്നിരിക്കുന്നു. ഏത് പ്രിവെയിൽ നമ്മൾ നടപ്പിലാക്കുന്നില്ല. സുപ്രീം കോടതി വിധി നമ്മൾ നടപ്പിലാക്കിയില്ല. നടപ്പിലാക്കുകയാണെങ്കിൽ കുഴപ്പം. എന്തിനത് എഴുതി വെക്കാൻ? ഈ മലയാളത്തിൽ നിന്ന് ഇംഗ്ലീഷിൽ സൂത്രത്തിൽ എഴുതി വെക്കുന്നതിന് പകരം 16-ന് മുഖ്യമന്ത്രി സത്യപ്രതിജ്ഞ ചെയ്ത ഉടൻ തന്നെ ഇവർക്ക് കൊടുത്താൽ മതിയില്ലേ? ഞങ്ങൾക്ക് വല്ല കുഴപ്പമുണ്ടോ? സുപ്രീം കോടതി പറഞ്ഞു ഹൈക്കോടതി സിംഗിൾ ബെഞ്ച്, ഡിവിഷൻ ബെഞ്ച്, സുപ്രീം കോടതി. ഇതാകെ പറഞ്ഞു. നിങ്ങൾ പറഞ്ഞ ഈ വിവാദമുണ്ടെന്ന് പറയുന്ന അവർക്ക് അനുകൂലമായി കേരളത്തിലെ സിംഗിൾ ബെഞ്ച്, ഡിവിഷൻ ബെഞ്ച്, സുപ്രീം കോടതി ഇവരെല്ലാം ഉത്തരവിട്ടിട്ടുണ്ട്. നിങ്ങൾ പറയുന്ന അജിത പരാമർശിച്ച പ്രയോഗം ഉണ്ടല്ലോ, ആ കമ്പനിക്ക് അനുകൂലമായിട്ടാണ് കേരള ഹൈക്കോടതി സിംഗിൾ ബെഞ്ച്, ഡിവിഷൻ ബെഞ്ച്, സുപ്രീം കോടതി ഉത്തരവിട്ടിരിക്കുന്നത്. എന്താ അല്ല അതെ ഇത് പറയൂ. നിങ്ങൾ പറഞ്ഞത് വിവാദമായ കമ്പനി എന്ന് പറഞ്ഞു. ആ വിവാദമായ കമ്പനിക്ക് അനുകൂലമായി സിംഗിൾ ബെഞ്ച്, ഡിവിഷൻ ബെഞ്ച്, സുപ്രീം കോടതി ഉത്തരവിട്ടിരിക്കുന്നു. അല്ല, ആ വിവാദമായ കമ്പനിക്ക് അനുകൂലമായി സിംഗിൾ ബെഞ്ചും അല്ല, എൻ്റെ അല്ല, ഗവൺമെന്റിന്റെ അല്ല, ഞങ്ങളുടെ ഗവൺമെന്റ്, കഴിഞ്ഞ ഗവൺമെന്റാണ്. ഗവൺമെന്റ് കണ്ടിന്യൂ ചെയ്യുന്നു. എന്തു ആയിക്കോട്ടെ, സിംഗിൾ ബെഞ്ചും ഡിവിഷൻ ബെഞ്ചും സുപ്രീം കോടതിയും ഒരു കമ്പനിക്ക് അനുകൂലമായി ഉത്തരവിടുമ്പോൾ നമുക്ക് ആ കമ്പനി ഇങ്ങനെയെന്ന് പറയാൻ പറ്റുമോ? അല്ല, അജിതയുടെ ക്ലിയർ ആയിട്ടെ, ആ ഭാഗം ക്ലിയർ ചെയ്തിട്ട് ആ നമുക്ക് ഇപ്പൊ ഇതുമ്പോ നിന്നാവതില്ലേ? അല്ല, ഇതുമ്പോ നിന്നാവതില്ലേ? സമഗ്രമായിട്ട് തന്നെ പറയുന്നു. ഇതങ്ങനെ പൊളിറ്റിക്കലാക്കി വ്യാഖ്യാനിക്കാന്ന് രാഷ്ട്രീയ പ്രശ്നമല്ല. നമ്മൾ ഫാക്ട്സിനെ അടിസ്ഥാനപ്പെടുത്തി സംസാരിക്കുന്നു. ഞാൻ പറഞ്ഞത് ഈ വിധി ഞാൻ പറഞ്ഞ വിധിയിലല്ലോ. നിങ്ങൾ ഞാൻ പറഞ്ഞ പോയിന്റ്, ഞാനൊരു പോയിന്റ് വ്യക്തമാക്കല്ലേ. നിങ്ങൾ അതിന് ശേഷം വേറെ എടുത്തോ, നിങ്ങൾക്ക് ചോദ്യം ഉണ്ടെങ്കിൽ കിട്ടോ. ഞാൻ പറഞ്ഞ ഒരു പോയിന്റ് വ്യക്തത വരുത്തട്ടെ. നമ്മൾ ചുക്ക് എന്ന് പറയുമ്പോൾ നേരെ വേറെ പറയരുത്. ഒരു കാര്യം ചുക്ക് ഇതാണെന്ന് ചോദിക്കുമ്പോൾ ഞാൻ ചുക്കിന്റെ സവിശേഷതകൾ, ഗുണങ്ങളും വിശേഷിച്ചുകൊണ്ടിരിക്കുക. അപ്പൊ നിങ്ങൾ ഇത് പോയിട്ട് മുളകിന് ഭയങ്കര എരിവാണോന്ന് എന്നോട് ചോദിക്കരുത്. അല്ല, ഞാൻ പറഞ്ഞു ഈ ഭാഗം അല്ല അജിത, ഇത് ക്ലിയർ ആണല്ലോ. ഈ ഭാഗത്ത് വ്യക്തത, സാങ്കേതികത എല്ലാം പറയുന്നത്, ഞാൻ വസ്തുതകളല്ലേ പറഞ്ഞേ. ഇത് സാങ്കേതികമാണോ? AK ആന്റണി മുഖ്യമന്ത്രി ആയിരിക്കുമ്പോൾ ലീസ് കൊടുത്തിരിക്കുന്നു. ദാറ്റ് ഈസ് എ ഫാക്ട്. റദ്ദ് ചെയ്ത് ജനകീയ സമരം വന്നപ്പോൾ റദ്ദ് ചെയ്തു. റദ്ദ് ചെയ്തതിനെതിരെ അവർ ട്രിബ്യൂണലിൽ പോയി. ഞാനത് പറഞ്ഞില്ല, ട്രിബ്യൂണലിൽ പോയി. അല്ലല്ല, VS സുധീരൻ അതിന് ചേർന്നു. VS സുധീരൻ ഉണ്ടായിരുന്നു, ഐസക് ബേബി, MA ബേബി അവിടെ പാർട്ടി ജില്ലാ സെക്രട്ടറി, വലിയ ജനകീയ മുന്നേറ്റമായിരുന്നു. പൊതുവെ നാടിന്റെ പൊതു ആവശ്യമായിരുന്നു. ആ പോളിസി തന്നെയാണ് ഇതിനകത്തുള്ളത്. ആ പോളിസി തന്നെയാണ് പുതിയതിലുള്ളത്. നിങ്ങൾ ഇതെല്ലാം ഡയറക്റ്റായി ചിന്തിച്ചാൽ 2017 ഇപ്പൊ ഈ ഇദ്ദേഹം പറയുന്നതാണ് ശരിയെങ്കിൽ ആദ്യം അദ്ദേഹം ചോദിക്കേണ്ടത് ആരോടാണ്? ആ ഭാഗത്ത് നിങ്ങൾക്ക് ആർക്കും തർക്കമില്ലല്ലോ. ഇതാണെങ്കിൽ 2016 സുപ്രീം കോടതി വിധി വന്നിരിക്കുന്നു. 2019 വരെ ഒരു തടസ്സവും ഇല്ല, കൃത്യമായി കൊടുക്കാമായിരുന്നല്ലോ. എന്തിനു ഞങ്ങൾ വേറെ കാര്യങ്ങളിലേക്ക് പോയി? ഇനി നിങ്ങൾ പറയുന്ന ചില കാര്യങ്ങൾ കൂടി ഞാൻ പറയാം. പിന്നെ മനോരമ ഒരു കാര്യം കൊടുത്തല്ലോ, മറ്റേ തോട്ടപ്പള്ളി മനോരമ ആളല്ലേ. ഇന്ന് ഞാനതിന്റെ വിശദാംശം കൊടുത്തു. കാരണം തോട്ടപ്പള്ളിയിൽ 2020 അവസാനമാണ് മണൽ വാരാൻ തുടങ്ങുന്നത്. അതിനുശേഷം സിന്തറ്റിക് റൂട്ടയിൽ KMML ഒരിടത്തും വാങ്ങിയിട്ടേ ഇല്ല. അതങ്ങനെ കൊടുത്തില്ല മനോരമ. മനോരമ കൊടുത്ത് മന്ത്രി പറഞ്ഞ ഉത്തരത്തിന് വിരുദ്ധമാണ് KMMLന്റെ. എന്നോട് ചോദിച്ച ചോദ്യം എന്താ? KMML സിന്തറ്റിക് റൂട്ടയിൽ വാങ്ങുന്നുണ്ടോ? പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസിലെ ചോദ്യം. വാങ്ങുന്നുണ്ടോ? വാങ്ങുന്നില്ല. ഇന്ന് വാങ്ങിയിട്ടുണ്ടോ എന്നാണ് ഞാൻ പറയുന്നത്. 2000 മുമ്പ് വാങ്ങിയിട്ടുണ്ട്.
വാങ്ങിയെന്നുണ്ടോ എന്ന് വെച്ചാൽ വാങ്ങുന്നില്ല ഇപ്പോ. കാരണം ഈ തോട്ടപ്പള്ളിയിൽ നിന്ന് എടുത്തതിന് ശേഷം നമ്മൾ സിന്തറ്റിക് റൂട്ടയിൽ വാങ്ങിയിട്ടേ ഇല്ല. സിന്തറ്റിക് ഇതിന് UDFന്റെ കാലത്തും വാങ്ങിയിട്ടുണ്ട്. KMM എന്ന് വെച്ചാൽ ഈ ഇലുമിനേറ്റ് പ്രോസസ് ചെയ്തിട്ടുള്ളതാണ് സിന്തറ്റിക് റൂട്ടൈൽ. സിന്തറ്റിക് റൂട്ടൈലിൽ നിന്നാണ് പിന്നെ നമ്മൾ ടൈറ്റാനിയം സ്പോഞ്ച് വരെ പോകുന്നത്. ചിലപ്പോൾ സിന്തറ്റിക് റൂട്ടൈലിന്റെ പ്രൊഡക്ഷൻ കുറഞ്ഞാൽ, അതിന്റെ സപ്ലൈ എന്തെങ്കിലും കാരണവശാൽ കുറഞ്ഞാൽ പുറത്തുനിന്ന് വാങ്ങിക്കും. അത് ട്രാൻസ്പെറന്റ് ആയിട്ടാണ്, ടെൻഡർ വഴിയാണ്. അത് തമിഴ്നാട് കമ്പനിയിൽ നിന്ന് വാങ്ങിക്കുന്നുണ്ട്, CMR നിന്ന് വാങ്ങിക്കുന്നുണ്ട്. ആർക്കാണോ ടെൻഡർ കിട്ടുന്നത്. അത് UDFന്റെ കാലത്ത് 2 കമ്പനിയിൽ നിന്ന് വാങ്ങിയിട്ടുണ്ട്, ഇപ്പോഴും വാങ്ങിയിട്ടുണ്ട്. എന്നാൽ നമുക്കിപ്പോ 2000 മുതൽ നമ്മൾ വാങ്ങിയിട്ടേ ഇല്ല. യഥാർത്ഥത്തിൽ പറഞ്ഞതിന് തിരിച്ചാണ് അനുഭവം. തോട്ടപ്പള്ളിയിൽ നിന്ന് ഇത് തുടങ്ങിയതിന് ശേഷം നേരെ ഇത് വാങ്ങാൻ തുടങ്ങി, പിന്നെ വാങ്ങിയിട്ടേ ഇല്ല. കാരണം നമുക്ക് ആവശ്യം നാളെ വേണമെങ്കിൽ വന്നെന്ന് വരാം. ഇപ്പൊ മിസ്റ്ററിക്ക് എന്തെങ്കിലും പറ്റി, ഇലുമിനേറ്റിൽ നിന്ന് സിന്തറ്റിക് റൂട്ടയിലേക്ക് വന്നില്ല, കമ്പനി നിർത്തണോ ഇല്ല, നമ്മൾ സ്വാഭാവികമായിട്ട് കമ്പനി തീരുമാനിക്കും. അപ്പോൾ നമ്മളൊരു ദുരൂഹത സൃഷ്ടിക്കരുത്. ഇപ്പൊ നിങ്ങൾ ഇന്ന് റിപ്പോർട്ടറിന്റെ പുതിയ ഇത് തുടങ്ങിയിട്ടുണ്ടല്ലോ, അതിൽ പറയുന്നുണ്ടായിരുന്നു KMML ഇത് എടുക്കുമ്പോൾ IRE എന്തിനാ ഇങ്ങനെ അവർക്ക് മേൽ കൊടുത്തു. അവർ കേന്ദ്ര ഗവൺമെന്റ് സ്ഥാപന. എന്നാൽ ഇതുവരെ ഏറ്റവും കൗതുകകരമായ കാര്യം, ഞാനിപ്പോ നോക്കിയപ്പോ അന്ന് ജനകീയ പ്രക്ഷോഭം മൂലം അത് എടുക്കാൻ പറ്റിയില്ല. UDFന്റെ സമയത്ത് തോട്ടപ്പള്ളിയിൽ നിന്ന് എടുക്കാൻ നേരെ ഇവർക്ക് മാത്രം കൊടുത്തേ, IREക്ക് മാത്രം കൊടുത്തേ ഇതെടുക്കാനായിട്ട്. എന്നാൽ അന്ന് എടുക്കാൻ പറ്റിയില്ല. ഇപ്പൊ എടുത്തപ്പോ ഒരു മാറ്റം വന്നത്, ആദ്യമായിട്ട് KMML IREയും തമ്മിൽ MOU വെച്ചു. തോട്ടപ്പള്ളിയിൽ നിന്ന് എടുക്കുന്ന മണല് അതിന് 15% ഇലുമിനേറ്റ് ഉള്ളൂ. അത് ഇലുമിനേറ്റ് പൂർണ്ണമായിട്ടും KMMLനെ നൽകാവൂ. MOU ഉണ്ട്. ആദ്യമായിട്ടാണ് MOU വെച്ചേക്കുന്നത്. 2 കമ്പനി എടുക്കുന്നു 50-50, IRE എടുക്കുന്നു, KMML എടുക്കുന്നു. IRE എടുക്കുന്ന അവർ വിൽക്കുക ചെയ്യുന്നത് ഇലുമിനേറ്റ്. പല കമ്പനികൾക്കും വിൽക്കുന്നുണ്ട്, രാജ്യത്ത് പലർക്കും വിൽക്കുന്നുണ്ട്, നമ്മളും വാങ്ങിക്കുന്നുണ്ട്. കാരണം നമുക്ക് ഇത് മൊത്തം മണല് സെപ്പറേറ്റ് ചെയ്യാനുള്ള സംവിധാനം നമുക്കില്ല, KMML ഇല്ല. ഇപ്പൊ ഞങ്ങൾ ആലോചിക്കുന്നുണ്ട്, പുതിയൊരു സെപ്പറേഷൻ പ്ലാന്റ് കൂടി അവർ കമ്പനി ആലോചിക്കുന്നുണ്ട് കുറച്ചുകൂടി ഇത് ചെയ്യാൻ. അപ്പൊ പകുതി അവർക്ക് കൊടുത്തു. നമ്മൾ അവർക്ക് കൊടുക്കുമ്പോൾ തന്നെ കരാറിട്ടു. പിന്നെ ആദ്യമായിട്ടാണ് ഇപ്പൊ ഹാർബറിന്ന് എടുക്കുന്നുണ്ട് തോട്ടപ്പള്ളി. നമുക്കില്ല, KMML ഇല്ല, പൂർണ്ണമായിട്ട് IRE എന്നുവെച്ചാൽ IRE എടുക്കുന്നത്. നമ്മൾ അവരിൽ നിന്ന് വാങ്ങിക്കുക ചെയ്യുമ്പോൾ ഇലുമിനേറ്റ്. പിന്നെ ചിലർ പറയുന്നു ഇവിടെ നിന്ന് മണൽ കടത്തി കൊണ്ടുപോയി. മണൽ കൊടുത്താൽ മറ്റേ മണ്ണപ്പം വെച്ച് കളിക്കാനേ പറ്റുള്ളൂ. കാരണം മണലിൽ നിന്ന് സെപ്പറേഷൻ നടത്തണമെങ്കിൽ അതിനുള്ള സംവിധാനം വേണ്ട. 2 കമ്പനിക്ക് കേരളത്തിൽ നിയമപരമായിട്ട് പറ്റുള്ളൂ. അത് KMML IREക്ക് മാത്രമാണ്. മറ്റൊക്കെ വേണമെങ്കിൽ കൊണ്ട് കൂട്ടിയിടാം. സെപ്പറേഷൻ നടത്താൻ പ്ലാനിന് സൗകര്യം ഇവർക്ക് മാത്രമേ ഉള്ളൂ. അപ്പൊ ഇതൊരു ദുരൂഹത സൃഷ്ടിക്കലാണ്. ഇന്ന് അദ്ദേഹം നടത്തിയതിൽ ഈ കാര്യങ്ങൾ അദ്ദേഹം നാളെ ഈ ലീസ് കൊടുക്കാൻ പ്രേരിപ്പിച്ച ഘടകങ്ങൾ എന്തൊക്കെയാണ്, അതിന് ഏതെല്ലാം സംവിധാനങ്ങളുണ്ടായി, ശ്രീ പ്രതാപൻ ഉന്നയിച്ച കാര്യം എന്താണ്, അത്തരം കാര്യങ്ങൾ അദ്ദേഹം വിശദമാക്കട്ടെ. അല്ല, അത് വേറെ നോക്കട്ടെ. അതിപ്പോ കോടതിയുടെ മുമ്പിലുണ്ടല്ലോ. കോടതി ഞാൻ പറയുന്നത് ഇന്ന് നടത്തിയ അതിൽ ഈ പറഞ്ഞ കാര്യങ്ങൾ വസ്തുതയാണോ അല്ലയോ? അല്ല, ഇത് വലിയ വിവാദമല്ലേ ഇപ്പൊ നിങ്ങൾ പറഞ്ഞത്? ഇത് അതിനേക്കാൾ വലിയ വിവാദമല്ലേ? അല്ല അത് കണക്ട് ചെയ്യാൻ വേണ്ടി പറഞ്ഞതാണല്ലോ ഇത്. അല്ല, ഇപ്പൊ വന്നത് എന്താ, എന്തിന് ഇത് കൊടുത്തത് സേവനത്തിനല്ല. കൊടുത്തത് എന്തിനാണ് ബാങ്ക് വഴി കൊടുത്തത്? ഇതിനെ സംബന്ധിച്ച് ഒരു യോഗം വിളിക്കാൻ വേണ്ടിയാണ്. ഇതല്ലേ ഇന്നത്തെ പത്രസമ്മേളനത്തിന്റെ രത്ന ചുരുക്കം. കാരണം ലീസ് കൊടുത്തിട്ടില്ല. യോഗത്തിൽ മുഖ്യമന്ത്രി പറഞ്ഞ കാര്യങ്ങൾ ഞാൻ വായിച്ചു, നിങ്ങൾക്ക് വേണമെങ്കിൽ തരാമെന്നും പറഞ്ഞു. യോഗമെടുത്ത തീരുമാനം അഡ്വക്കേറ്റ് ജനറലിനോട് പരിശോധിക്കാൻ പറഞ്ഞു. അഡ്വക്കേറ്റ് ജനറലിന്റെ തീരുമാനവും നിർദ്ദേശവും വന്നു. ഇതിലെന്താണ് ഇവർക്ക് അനുകൂലമായിട്ടുള്ളത്? അയ്യോ, നിങ്ങൾ അബദ്ധത്തിൽ ചാടി പോരുത്. ഇല്ലില്ല, ഞാൻ ആദ്യമേ വളരെ വ്യക്തമായി പറഞ്ഞു, ഇത് ആലപ്പാട്ട് പ്രദേശത്ത് ഞാൻ പറഞ്ഞു. ഇനി ആശയക്കുഴപ്പം വേണ്ട. കാരണം ഈ പറയുന്ന നിങ്ങൾ പറഞ്ഞ വിവാദം എന്നൊക്കെ പറയുന്ന കമ്പനി കേരളത്തിൽ ഇതേവരെ ഒരു തരി മണലും ഖനനം നടത്താൻ കഴിഞ്ഞിട്ടില്ല. അവർക്ക് UDFന്റെ കാലത്ത് 10 ദിവസത്തേക്ക് ലീസ് കൊടുത്തു.
നിങ്ങൾ തെറ്റിദ്ധരിച്ചു പോകരുത്, കാരണം അദ്ദേഹം നാളെ എഴുതി വയ്ക്കും. നമ്മൾ കാര്യങ്ങൾ വിശദമായി മനസ്സിലാക്കാൻ എന്ന് വെച്ചാൽ, ആലപ്പാട്ട് പ്രദേശത്ത് IREയും KMML നടത്തിയ ഖനനം, അതിന് IREക്ക് ഞാൻ നിങ്ങൾ വായിച്ച പാരിസ്ഥിതിക അനുമതി എന്ന് പറഞ്ഞതിൽ മുഖ്യമന്ത്രി പറഞ്ഞ ആ വാചകം ഒന്നുകൂടി കേട്ടോളൂ, അല്ലെങ്കിൽ നാളെ നിങ്ങൾ അബദ്ധം പറയരുത്. കരിമണൽ ഖനനം ചെയ്യുന്നതിന് IREL അനുവദിച്ച മൈനിങ് ലീസ് പുതുക്കുന്നതിന് പാരിസ്ഥിതികാനുമതി കരസ്ഥമാക്കേണ്ടതുണ്ടെന്ന് ബഹുമുഖ്യമന്ത്രി പറഞ്ഞു. ആകെ ഇത് സംബന്ധിച്ചുള്ളൊരു തീരുമാനം കരിമണൽ ഖനനാനുമതി സംബന്ധിച്ച 2016 സുപ്രീം കോടതി ഉത്തരവ് നടപ്പാക്കുന്നത് സംബന്ധിച്ച് അഡ്വക്കേറ്റ് ജനറൽ നിയമോപദേശം തേടണം. ഇനി ഞാനൊരു കാര്യം കൂടി ചോദിക്കാമല്ലോ, അഡ്വക്കേറ്റ് ജനറലിന്റെ നിയമോപദേശം കേട്ടോ, നിയമോപദേശം ഞങ്ങൾ വെച്ച അഡ്വക്കേറ്റ് ജനറൽ തന്നെയാണല്ലോ. നിങ്ങൾ പറയുന്നത് ഞങ്ങൾ പോയി എഴുതി വാങ്ങിച്ചു എന്നൊക്കെയാണല്ലോ നിങ്ങൾ പറയാറ്. ചിലർ ഞങ്ങളെക്കാൾ ഉയർന്ന ആളും പറയാറുണ്ടല്ലോ. അഡ്വക്കേറ്റ് ജനറൽ നിയമോപദേശവും ഇത് അതോടുകൂടി പോയി. ലോ വകുപ്പും പറഞ്ഞു, നിയമവകുപ്പും പറഞ്ഞു അത് ടെമ്പററി ആണ്, ഈ ചട്ടം ഭേദഗതി. യഥാർത്ഥത്തിൽ ആ ഫയൽ അതോടുകൂടി അവസാനിച്ചിരിക്കുന്നു. ആ ഒരു സാധ്യത തേടി നിങ്ങൾ ഒരു സാധ്യത തേടാന്നൊക്കെ അഡ്വക്കേറ്റ് ജനറലിന്റെ അഭിപ്രായം തേടാനായിട്ട് നിങ്ങൾ ഈ തീരുമാനം അഡ്വക്കേറ്റ് ജനറലിനെ കൊണ്ട് എടുപ്പിക്കാൻ ഇത്ര പൈസ കൊടുക്കും എന്നാണ് നിങ്ങൾ കാണും. എതിരെ തീരുമാനം എടുപ്പിക്കാൻ. അങ്ങനെയാണെങ്കിൽ ഒറിജിനൽ ആവശ്യം അംഗീകരിച്ചതിന് എന്തായിരിക്കും മാത്യുവിന്റെ പാർട്ടി വാങ്ങിയിട്ടുണ്ടാവുക? അത് നിങ്ങളൊന്ന് മാത്യുവിനോട് അടുപ്പത്ത് ചോദിച്ചു നോക്ക്. ഇതിലെന്താ ഞങ്ങൾ അനുകൂലമായി ചെയ്തിട്ടുള്ളത്? ഇത് വളരെ ക്രിസ്റ്റലി ക്ലിയർ അല്ലേ? സമീപിക്കാൻ ഇടപാട് നടക്കേണ്ട കാര്യമുണ്ടോ? അതെ, ഞാൻ പറഞ്ഞ ഒരു ഫയലും വിളിക്കാതെ 2016 സുപ്രീം കോടതിയുടെ വിധി, ഞാൻ ഡേറ്റ് പറഞ്ഞില്ലേ, ആ വിധി ഉണ്ടല്ലോ. ആ വിളിച്ചു വരുത്തി അദ്ദേഹം പറഞ്ഞ വലിയ യോഗത്തിന്റെ മിനിറ്റ്സല്ലേ ദേ നോക്കിക്കോളൂ. വിളിച്ചു വരുത്തി നിങ്ങൾ പറഞ്ഞ ആ യോഗത്തിന്റെ മിനിറ്റ്സ് ഒന്ന് വായിച്ചു നോക്കൂ. ആ വിളിച്ചു വരുത്തിയതിന്റെ മോട്ടീവ് എങ്ങനെയാ? മോട്ടീവ് കറക്റ്റ് ആയിരിക്കും. അങ്ങനെ യോഗം വിളിച്ചു, അപ്പൊ തീരുമാനിച്ചു, ലീസ് കൊടുത്തു, ഓക്കെ. എന്റെ സുഹൃത്തെ, ഞാനൊരു കാര്യം വളരെ ലളിതമായി ചോദിക്കട്ടെ, കോമൺ സെൻസ് വെച്ച് ചിന്തിച്ചാൽ, 2019 കേന്ദ്ര ഗവൺമെന്റ്, യൂണിയൻ ഗവൺമെന്റ് ഇത് റദ്ദാക്കിയതിന് ശേഷം തലയ്ക്ക് വെളിവുള്ള ആരെങ്കിലും ലീസ് കൊടുക്കാൻ വേണ്ടി മാത്രം യോഗം വിളിക്കുമോ? 2016 മുതൽ 19 ഓപ്പൺ കോർട്ട് കിടക്കല്ലേ, സുപ്രീം കോടതി വിധി ഇങ്ങനെ കിടക്കല്ലേ. ആ വിധി കിടക്കുമ്പോ ആ വിധിയും കഴിഞ്ഞ് 3 കൊല്ലം കഴിഞ്ഞ് യൂണിയൻ ഗവൺമെന്റ് റദ്ദാക്കിയതിന് ശേഷം ഒരു യോഗം വിളിച്ചിട്ട് കോമൺ സെൻസ് ഉള്ള ആരെങ്കിലും കൊടുക്കാൻ പറ്റുമെന്ന് കരുതുമോ? അല്ല കോമൺ സെൻസ് ചിന്തിച്ചാൽ മതി, മറ്റേത് കിട്ടോ? അല്ല, ഞാൻ പറയാതെ തന്നെ നിങ്ങൾ കോമൺ സെൻസ് ചിന്തിച്ചു നോക്കിക്കോളൂ. ഞാൻ നിങ്ങളുടെ കോമൺ സെൻസ് ചിന്തിച്ചോ. 2016 പിണറായി മുഖ്യമന്ത്രി ആകുമ്പോൾ മുമ്പ് തന്നെ സുപ്രീം കോടതി വിധി വന്നിരിക്കുന്നു. ഒരു യോഗവും വിളിക്കണ്ട, നേരെ വ്യവസായ വകുപ്പിന് നേരത്തെ ഉത്തരവായി. നിങ്ങള് എന്റെ സുഹൃത്തെ, നയമാണോ ആ നയത്തിന് ശേഷമല്ലേ ആ നയത്തിന് അടിസ്ഥാന, ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് വ്യക്തമായില്ല, അത് മുഴുവൻ മനസ്സിലാക്കിക്കോളൂ. എന്ന് വെച്ചാൽ ആദ്യം UDF ഗവൺമെന്റ് ലീസ് കൊടുത്തു. ആ ലീസ് ഇവിടെ പറഞ്ഞ പോലെ ജനകീയ പ്രക്ഷോഭത്തെ തുടർന്ന് റദ്ദാക്കിയതിനെതിരെ പ്രസ്തുത കമ്പനി കോൺഗ്രസ് നയിക്കുന്ന കേന്ദ്ര ഗവൺമെന്റിന്റെ ഉദ്യോഗസ്ഥരുള്ള ട്രിബ്യൂണലിൽ പോയി. ആ ട്രിബ്യൂണൽ ഈ റദ്ദാക്കിയ ഉത്തരവ് റദ്ദാക്കി. ആ റദ്ദാക്കിയതിനെ തുടർന്ന് ഇത് കൺസിഡർ ചെയ്യാൻ പറഞ്ഞ് ഗവൺമെന്റിന് ഡയറക്ഷൻ കൊടുത്തു. ഡയറക്ഷൻ വന്നപ്പോ LDF ഗവൺമെന്റ് വന്നു. LDF ഗവൺമെന്റ് കൺസിഡർ ചെയ്തിട്ട് പറഞ്ഞു, ഇത് ഞങ്ങളുടെ പോളിസിക്ക് നിരക്കുന്നതല്ല, ഞങ്ങൾ റദ്ദാക്കുന്നു. അവിടുത്തെ ശേഷമാണ് ഈ യോഗമെങ്കിൽ നിങ്ങൾ പറഞ്ഞു വളരെ വാലിഡ് പോയിന്റ്. പക്ഷെ അതിനുശേഷം പിന്നെയും കുറച്ച് പുഴയോടെ വെള്ളം ഒഴുകി. അതിനുശേഷം ഈ കമ്പനി ഹൈക്കോടതി പോയി. ഹൈക്കോടതി പറഞ്ഞു, നിങ്ങളുടെ പോളിസി അല്ല, യൂണിയൻ ഗവൺമെന്റ് നയമാണ്, ഇത് മേജർ മിനറലാണ്, അത് സംബന്ധിച്ച് യൂണിയൻ ഗവൺമെന്റ് നയം നിൽക്കുള്ളൂ. അതുകൊണ്ട് ഇത് LDF ഗവൺമെന്റിന്റെ ഉത്തരവ് റദ്ദാക്കി. അതിനെതിരെ അപ്പീൽ പോകാൻ UDF ഗവൺമെന്റ് വൈകി. TN പ്രതാപൻ രേഖാമൂലം ഉമ്മൻചാണ്ടി എന്ന മുഖ്യമന്ത്രിക്ക് കത്ത് നൽകി. അത് ഞാൻ കുറ്റം പറയുന്നില്ല, കാരണം
സാധാരണഗതിയിൽ നിയമവകുപ്പും അഡ്വക്കേറ്റ് ജനറലും അപ്പീലിന് പ്രൊവിഷൻ ഇല്ല എന്ന് പറഞ്ഞാൽ നമ്മളാണെങ്കിലും പിന്നെ ആലോചിച്ചിട്ടേ പോവുള്ളൂ. എന്തായാലും ടി.എൻ. പ്രതാപൻ അങ്ങനെ കത്ത് കൊടുത്തിട്ടുണ്ട്. അത് കുഴൽനാടനോട് ചോദിക്കണം, എന്തുകൊണ്ട് വൈകി, പ്രതാപന്റെ കത്ത് ഉണ്ടായിരുന്നല്ലോ ചോദിക്കണം. അങ്ങനെ ഡിവിഷൻ ബെഞ്ചിലേക്ക് വന്നു. ഡിവിഷൻ ബെഞ്ച് സിംഗിൾ ബെഞ്ചിന്റെ ഉത്തരവ് ശരിവച്ചു. അതിനെ തുടർന്ന് സുപ്രീം കോടതിയിലേക്ക് പോയി. സുപ്രീം കോടതി ആ ഉത്തരവ് വീണ്ടും ശരിവച്ചു. അതിന്റെ അടിസ്ഥാനത്തിൽ ഈ ഉത്തരവിനെ അടിസ്ഥാനപ്പെടുത്തി ഓപ്പണായി. എന്നാൽ ഒന്നുകൂടി നിങ്ങൾ കണ്ടോളണം, ഈ ജനകീയ പ്രക്ഷോഭത്തെ തുടർന്ന് ഞാൻ വായിച്ചല്ലോ, ഞാൻ നേരത്തെ വായിച്ചാണ്, സ്റ്റോപ്പ് ചെയ്തേക്കണേ UDF എൻവയോൺമെന്റൽ ക്ലിയറൻസ് കൂടി പരിശോധന കൂടി നടത്തണമെന്നാണ്. റദ്ദാക്കിയത് LDF ഗവൺമെന്റാ. ആ റദ്ദാക്കിയത് കോൺഗ്രസ് ഗവൺമെന്റാ. മനസ്സിലായോ? അപ്പൊ സുപ്രീം കോടതി ആധികാരികമായി സാങ്കേതികമായി ഇത് ശരിവച്ചിരിക്കുന്നു. പിണറായി വിജയൻ മുഖ്യമന്ത്രിയായപ്പോൾ ഒരു യോഗം വിളിക്കേണ്ട, പിറ്റേ ദിവസം തന്നെ ഇവർക്ക് ലീസ് ഓട്ടോമാറ്റിക്കായി വർക്ക് തുടങ്ങാം. ഇത് നമ്മൾ തൊട്ടില്ല. പക്ഷെ സുപ്രീം കോടതി വിധിയെ അടിസ്ഥാനപ്പെടുത്തി ഇത് നിൽക്കോ ഇല്ലയോ എന്ന പ്രശ്നം വന്നപ്പോ, കാരണം ചട്ടം അതിന് ശേഷം വന്നത്, കോടതി വിധിയുണ്ട്, അപ്പൊ കണ്ടംപ്റ്റിലേക്ക് പോയാൽ എങ്ങനെയായിരിക്കും, ഇങ്ങനെ പല പ്രശ്നങ്ങളും വന്നു. ആ പ്രശ്നത്തിന്റെ കൂടി അടിസ്ഥാനത്തിൽ യോഗം ചർച്ച ചെയ്തു. എന്നാൽ യോഗത്തിൽ വന്ന കാര്യം ഇത് മാത്രമല്ല. യോഗം ചർച്ച ചെയ്ത് മുഖ്യമന്ത്രി പറഞ്ഞ കാര്യങ്ങൾ മിനിറ്റ്സ് ചെയ്യുന്നത് ഞാൻ പൂർണ്ണമായിട്ടും വായിച്ചു. അതിനുശേഷം എടുത്ത 7ാമത്തെ തീരുമാനം ഇതാണ്, AGയുടെ ഉപദേശം വേണം. നിങ്ങൾ പറഞ്ഞ് പിന്നെ ശരിയാവും. അപ്പൊ AG ഒരു ഉപദേശം കൊടുത്തിരിക്കുകയാണ്, ഇതൊക്കെ ഇങ്ങനെ ഇന്റർപ്രറ്റ് ചെയ്തിട്ട് ഇങ്ങനെയൊക്കെ ആണെങ്കിൽ അങ്ങനെ ഇരിക്കലും ബട്ട് ആൻഡ് സോ നിങ്ങൾക്ക് ഇത് വേണമെങ്കിൽ പഴയത് നിൽക്കുമെന്നൊരു ഉപദേശം കിട്ടിയിരുന്നെങ്കിൽ യുവർ പോയിന്റ് ഇസ് വെരി വാലിഡ്. പുനഃപരിശോധിച്ചാൽ അപ്പൊ അങ്ങനെയാണെങ്കിൽ മുഖ്യമന്ത്രി അപ്പം തന്നെ അത് അനുകൂലിച്ചാൽ മതിയില്ലേ? ഇങ്ങനെ ഫ്രീസ് ചെയ്ത് വെക്കണേ, അനങ്ങാതിരുന്നാൽ മതിയില്ലേ? അല്ല, ഞാൻ മാറ്റി പറയണത്, നമ്മളൊരാൾ പറയണത് ഉപ്പ് കൂടാതെ വിഴുങ്ങരുത്. നമ്മുടെ ഒരു മനുഷ്യൻ എന്ന നിലയിൽ ഈ പറയുന്നത് ലോജിക്കലാണോ? അല്ല, അതിനാണ് ഇത്രയും പൈസ കൊടുക്കുന്നത്. എങ്ങനെ ഇടപെടാൻ പറ്റുന്നത്? പ്രതിപക്ഷത്തിന്റെ ഭാഗം അജിത എന്ന ഒരു വ്യക്തി ഈ വാദത്തെ ഒന്ന് ഡീകൺസ്ട്രക്ട് ചെയ്ത് നോക്ക്. എന്നിട്ട് ശരിയാണെന്നൊരു പോയിന്റ് എന്നോട് പറ. ആ വാദം വിട്, അജിതയുടെ ഒരു പോയിന്റ് ചോദിക്കും. എന്നുവെച്ചാൽ ഞാൻ പറഞ്ഞത്, നിങ്ങൾ ഇവർക്ക് ലീസ് കൊടുത്തിരുന്നെങ്കിൽ സുപ്രീം കോടതി വിധി വരുമ്പോൾ തന്നെ നിങ്ങൾക്ക് കൊടുക്കാമല്ലോ. എന്തിനാ ഈ ഫയൽ വിളിച്ചു വരുത്തുന്നത്? ഫോർ വാട്ട് പർപ്പസ്? നിങ്ങളിപ്പോഴും ഇതെല്ലാം രാമായണം മുഴുവൻ പറഞ്ഞിട്ടും രാമസീതനാരെന്ന് ചോദിക്കരുത്. നിങ്ങളോട് ഞാൻ പറഞ്ഞില്ലേ, ഈ നയത്തിന് ശേഷം ഒരു ക്രോണോളജി മുഴുവൻ ഞാൻ പറഞ്ഞില്ലേ. ഈ നയം നമ്മുടെ രാജ്യം നയമാണോ നിൽക്കുന്നത്? സുപ്രീം കോടതി നയം കോഴ്സ് ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങളുടെ നയം ഇതാണെന്ന് പറയാൻ പറ്റുമോ? ഏതാ? അത് കോടതി പരിശോധിക്കല്ലേ.